ഗൾഫ് മേഖലയിലെ പ്രധാന വ്യാപാര പാതയായ ഹോർമുസ് കടലിടുക്ക് ഇറാൻ അടച്ചു എന്ന വാർത്ത യുഎഇയിലെ പ്രവാസി സമൂഹത്തിനിടയിൽ വലിയ ആശങ്കയാണ് ഉണ്ടാക്കുന്നത്. വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള ഇറക്കുമതിയെ പ്രധാനമായും ആശ്രയിക്കുന്ന ഒരു രാജ്യമെന്ന നിലയിൽ ഈ പ്രതിസന്ധി നിത്യജീവിതത്തെയും നിത്യോപയോഗ സാധനങ്ങളുടെ ലഭ്യതയെയും എങ്ങനെ ബാധിക്കുമെന്നതാണ് എല്ലാവരെയും അലട്ടുന്ന പ്രധാന ചോദ്യം. കപ്പൽ ഗതാഗതം തടസ്സപ്പെടുന്നത് വിപണിയിൽ ചരക്ക് ക്ഷാമം ഉണ്ടാക്കുമോ എന്ന ഭയം നിലനിൽക്കുന്നുണ്ടെങ്കിലും ഏത് അടിയന്തര സാഹചര്യത്തെയും നേരിടാൻ സജ്ജമായ യുഎഇയുടെ കരുത്തുറ്റ ഭരണ സംവിധാനം പ്രവാസികൾക്ക് വലിയ ആശ്വാസം തന്നെയാണ് നൽകുന്നത്. ഇറാൻ ഹോർമുസ് കടലിടുക്ക് പൂർണ്ണമായും അടച്ചു എന്ന വാർത്തകൾ പുറത്തു വരുമ്പോൾ യുഎഇയിലെ ഓരോ പ്രവാസിയുടെയും മനസ്സിൽ നിരവധി ചോദ്യങ്ങൾ ഉയരുന്നുണ്ട്. സംഘർഷ സാഹചര്യങ്ങൾ കണക്കിലെടുത്ത് യുഎഇയിലെ പ്രവാസികളുടെ നിത്യജീവിതത്തെയും കുടുംബ ബജറ്റിനെയും ഇത് എങ്ങനെ ബാധിക്കും എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം. പ്രവാസികളെ സംബന്ധിച്ച് ഏറ്റവും പേടിയുള്ളത് ഭക്ഷണത്തെക്കുറിച്ചാണ്. കാരണം യുഎഇ 80% ഭക്ഷണ സാധനങ്ങളും ഇറക്കുമതി ചെയ്യുന്നതാണ്. അതിനാൽ കടലിടുക്ക് അടച്ചാൽ കപ്പലുകൾ വരുന്നത് തടസ്സപ്പെടുകയും ഇത് ഭക്ഷ്യക്ഷാമം ഉണ്ടാക്കുമോ എന്ന ആശങ്ക ഉയർത്തുകയും ചെയ്യും. എന്നാൽ നേരത്തെ യുഎഇ മന്ത്രാലയം വ്യക്തമാക്കിയതുപോലെ ഇങ്ങനൊരു സാഹചര്യം ഉണ്ടാകില്ലെന്നും ഇനി അങ്ങനെ ഒരു സാഹചര്യം നേരിട്ടാൽ തന്നെ അതിനെ മറികടക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും യുഎഇയിൽ സജ്ജമാണെന്നും അറിയിച്ചിട്ടുണ്ട്. ഇത് പ്രവാസികൾക്ക് നൽകാൻ കഴിയുന്ന ഏറ്റവും വലിയ ഒരു ഉറപ്പ് തന്നെയാണ്. അതിനാൽ പ്രവാസികൾ ഒരിക്കലും യുഎഇയിൽ പട്ടിണി കിടക്കേണ്ട അവസ്ഥ വരില്ല. ശക്തമായൊരു ഫുഡ് സെക്യൂരിറ്റി പ്ലാൻ ഉള്ള ഒരു രാജ്യം കൂടിയാണ് യുഎഇ. അതിനാൽ വർഷങ്ങളോളം ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടായാലും പട്ടിണിയില്ലാതെ കഴിയാൻ ആവശ്യമായ അരിയും ഗോതമ്പും മറ്റ് അവശ്യ സാധനങ്ങളും യുഎഇ സംഭരിച്ചു വെച്ചിട്ടുണ്ട്. യുഎഇ ഇപ്പോൾ പച്ചക്കറികളും മറ്റും ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് ഇറക്കുമതിയിലെ കുറവ് നികത്താൻ ഒരുപാട് സഹായിക്കും. പക്ഷെ കപ്പലുകൾക്ക് ഹോർമുസ് വഴി വരാൻ പറ്റാതെ വരുമ്പോൾ മറ്റു വഴികൾ തെരഞ്ഞെടുക്കുകയും ഇത് കൂടുതൽ ദൂരം സഞ്ചരിക്കേണ്ടതായി വരികയും ചെയ്തേക്കാം. അതിനാൽ ഇൻഷുറൻസ് തുക, ഗതാഗത ചെലവ് എന്നിവ കൂടുന്തോറും ഇത് വാങ്ങിക്കുന്ന പച്ചക്കറിയിലും പലചരക്ക് സാധനങ്ങളിലും എല്ലാം പ്രതിഫലിച്ചേക്കാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാനാകില്ല. അതേസമയം യുഎഇ എണ്ണ ഉൽപാദന രാജ്യമാണെങ്കിലും അന്താരാഷ്ട്ര വിപണിയിലെ വിലക്കയറ്റം അത് യുഎഇയും കാര്യമായി തന്നെ ബാധിക്കാം. എണ്ണവില ബാരലിന് $100 കടന്നേക്കാമെന്നാണ് സാമ്പത്തിക വിദഗ്ധരുടെ പ്രവചനം. അങ്ങനെ വന്നാൽ യുഎഇയിലെ പെട്രോൾ, ഡീസൽ വില നിലവിൽ ഉള്ളതിനേക്കാൾ ഇരട്ടിയായി ഉയരാനുള്ള സാധ്യത തള്ളിക്കളയാനാകുന്നതല്ല. ഇത് ഊബർ, ടാക്സി, ഡെലിവറി ചാർജുകൾ എന്നിവയെയും കാര്യമായി ബാധിക്കും. അതുപോലെ നിങ്ങൾ ഓൺലൈനായി ഓർഡർ ചെയ്യുന്ന ഭക്ഷണത്തിനെയോ സാധനങ്ങൾക്കോ ഒക്കെ ചെറിയ രീതിയിൽ ചാർജ് കൂടാനും സാധ്യതയുണ്ട്. ഇത്തരം കാര്യങ്ങളിൽ കുറച്ച് അധിക പണം ചിലവായേക്കാം. ഹോർമുസ് കടലിടുക്കിലെ അനിശ്ചിതത്വം പ്രവാസികളുടെ കുടുംബ ബജറ്റിൽ ചില മാറ്റങ്ങൾ വരുത്തിയേക്കാമെങ്കിലും പട്ടിണി പോലുള്ള സാഹചര്യങ്ങളെ ഭയപ്പെടേണ്ടതില്ല. ഇന്ധനവിലയിലും ഗതാഗത നിരക്കുകളിലും ഉണ്ടാകാനിടയുള്ള വർധനവ് മുൻകൂട്ടി കണ്ട് സാമ്പത്തിക കാര്യങ്ങളിൽ അല്പം നിയന്ത്രണം കൊണ്ടുവരുന്നത് നല്ലതായിരിക്കും. പ്രത്യേകിച്ച് ഈ സമയത്ത് എല്ലാം പ്രവചനാതീതമായി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. എല്ലാം സാധാരണഗതിയിലേക്ക് മടങ്ങി വരുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോഴും ഒരു ബാക്കപ്പ് പ്ലാൻ വെക്കുന്നത് നല്ലതായിരിക്കും. കയ്യിലുള്ള പൈസ ഒന്ന് ശ്രദ്ധിച്ച് ചെലവാക്കുകയും സാമ്പത്തിക കാര്യങ്ങളിൽ കുറച്ച് നിയന്ത്രണം കൊണ്ടുവരുന്നതുമെല്ലാം ഈ സമയത്ത് വളരെ നല്ലതാണ്. ദീർഘകാലത്തേക്കുള്ള ഭക്ഷ്യശേഖരവും വ്യക്തമായ സുരക്ഷാ പദ്ധതികളും കൈമുതലായുള്ള യുഎഇ ഭരണകൂടം തങ്ങളുടെ പൗരന്മാരുടെയും പ്രവാസികളുടെയും സുരക്ഷ ഉറപ്പാക്കുന്നതിൽ എന്നും മുൻപന്തിയിൽ തന്നെയാണ്. അതുകൊണ്ട് തന്നെ പരിഭ്രാന്തരാകാതെ ജാഗ്രതയോടെ ഈ പ്രതിസന്ധിയെ നേരിടാൻ പ്രവാസി സമൂഹത്തിന് സാധിക്കും.